ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് വരകളും കോണുകളും എന്ന 9ാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു ആംഗിൾ എന്താണെന്നും ആംഗിൾ വരയ്ക്കാനും കോൺ എന്താണെന്നും കോൺ വരയ്ക്കാനും ഒക്കെ പഠിച്ചു അല്ലേ. രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ ഒരെന്തുണ്ടാകുന്നു? കോൺ ഉണ്ടാകുന്നു. രണ്ട് വരകൾ കൂടിച്ചേരുമ്പോഴാണ് കോണുകൾ ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു രീതിയിൽ കോൺ വരയ്ക്കാൻ പറ്റും, ആംഗിൾ വരയ്ക്കുക. ഈ ഒരു വര വരച്ചിട്ട് ഒരു ലൈൻ വരച്ച് നമ്മൾ ഒരു എൻഡിൽ നിന്ന് ഒരറ്റത്ത് നിന്നാണ് സാധാരണ വരച്ചിരുന്നത് അല്ലേ. ഇനി കുറച്ച് മാറ്റി ഇങ്ങനെ ഒന്ന് വരച്ചാലോ? ഇങ്ങനെ ഒന്ന് വരച്ചാൽ ഇവിടെ എത്ര കോണുകൾ, എത്ര ആംഗിൾസ് ഫോം ചെയ്യുന്നു? 2 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ ഇതാ ഇവിടെ നോക്കും, ഒരു ലൈൻ വരച്ച് ഞാനൊന്ന് ചെരിച്ച് വരയ്ക്കുകയാണ്. അപ്പോഴും ഇവിടെ എത്ര ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്? 2 ആംഗിൾസ്, 2 കോണുകൾ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ എത്ര 2 കോണുകളുണ്ട്. ഈ 2 കോണുകളുടെയും പ്രത്യേകത എന്തെന്നറിയാമോ? ഇങ്ങനെ ഉണ്ടാകുന്ന 2 കോണുകളുടെയും തുക സം എത്രയായിരിക്കും? 180 ആയിരിക്കും. സം എത്രയായിരിക്കും? 180. ഓക്കെ, ഇത് ആംഗിൾ മെഷർമെൻറ്റ് ചെയ്യാതെ നമുക്കറിയാമല്ലോ എത്രയാണ് ഈ ആംഗിൾ എന്ന്. നമ്മൾ പഠിച്ചല്ലോ, റൈറ്റ് ആംഗിൾ അല്ലേ. മട്ടകോൺ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നാൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇവിടെയും 90 ആയിരിക്കും, ഇവിടെയും 90 ആയിരിക്കും. ഇപ്പോൾ കൂട്ടുമ്പോൾ എത്രയാണ്? 180. അപ്പോൾ ഇനി ഇവിടുത്തെ നമുക്ക് അറിയില്ല. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടുത്തെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അതിലെ നമ്മൾ പഠിച്ചത് ഒരു വരയിൽ ഒരു ലൈനിൽ മറ്റൊരു ലൈൻ വീഴുമ്പോൾ അവിടെ 2 കോണുകൾ ഉണ്ടാകുന്നെങ്കിൽ ആ 2 കോണുകളുടെയും തുക എത്രയായിരിക്കും? 180. അപ്പോൾ അടുത്ത കോണ് കാണാനായി 180ൽ നിന്ന് 50 മൈനസ് ചെയ്ത് നോക്കി അല്ലേ. ഇനി ഇപ്പോൾ ഞാൻ 2 കോണുകൾ ഫോം ചെയ്യുന്നതാണ് കാണിച്ചത്. ഇനി ഈ ഒരു വരയിൽ 2 ലൈൻ വീഴുകയാണെങ്കിലോ, ഇങ്ങനെ ഒരു ലൈനും വീഴുകയാണെങ്കിൽ ഇവിടെ എത്ര കോണുകളാണ് ഉണ്ടായത്? 3 കോണുകൾ ഉണ്ടായി അല്ലേ. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഈ 3 കോണുകളുടെയും സം എത്രയായിരിക്കും? 180 ആയിരിക്കും. ഈ 3 കോണുകളുടെയും 3 ആംഗിൾസിൻ്റെയും സം എത്രയായിരിക്കും? 180 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി ആയിട്ടുള്ള കോണിനെ നമ്മൾ പഠിച്ചതാണ്. 90 ഡിഗ്രിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? റൈറ്റ് ആംഗിൾ അല്ലേ, അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്? മട്ടകോണെന്ന് വിളിക്കും. ഇവിടെ ഇപ്പോൾ 2 ആംഗിൾ ഉണ്ടായി. ഈ 2 ആംഗിളിൽ ഒരെണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. അടുത്തത് എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കിനി പേജ് നമ്പർ 130 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാമല്ലോ. ആംഗിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം. പേജ് നമ്പർ 130 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോൺ തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ 100 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യുക? 180ൽ നിന്ന് 100 മൈനസ് ചെയ്യുക. 180 മൈനസ് 100 എത്രയാണ്? 80. വളരെ എളുപ്പമല്ലേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 80 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഈ കോണാണ് കാണേണ്ടത്. ഇവിടെ 45 ആണ്, ഇവിടുത്തതാണ് കാണേണ്ടത്. 180ൽ നിന്ന് 45 മൈനസ് ചെയ്യുക, ബോറോ ചെയ്യുക. 10 എന്നാവും. ഇത് എത്രയാവും? 7 ആവും. 5 5 10, 3 4 7 എത്രയാണ്? 135 അല്ലേ. അപ്പോൾ ഇവിടെ 135 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടുത്തെ ആംഗിൾ 30 ആണ്, 30 തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് 30 ഡിഗ്രി മൈനസ് ചെയ്യുക. അപ്പോൾ 150 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇവിടെ 80, ഇവിടെ എത്രയായിരിക്കും? 180ൽ നിന്ന് 80 ഡിഗ്രി മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 100. ഓക്കെ, അപ്പോൾ ഈ കണക്കുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലായത്? 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എത്രയാണ്? 180 അല്ലേ. 2 ലൈൻസ് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സം എത്രയാണ്? 180 ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 131 ചോദ്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ്? ചുവടെയുള്ള ചിത്രത്തിൽ ഇടതുവശത്തുള്ള കോൺ എത്ര ഡിഗ്രിയാണ്? ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്? ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ്? ഈ ചിത്രത്തിൽ ഇടതുവശത്ത് കാണുന്ന കോണളവ് എത്രയാണെന്നാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ലൈനിൽ എത്ര ആംഗിളാണ് വന്നിരിക്കുന്നത്? 3 കോണുകൾ ഉണ്ടല്ലേ. ഞാനിപ്പോൾ ഇവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ AB എന്ന ലൈനിൽ ഇവിടെ 2 വരകൾ വന്ന് വീഴുന്നപ്പോൾ എത്ര കോണുകൾ ഉണ്ടായി? 2 കോണുകൾ ഉണ്ടായി. ഇനി ഒരു കോണും കൂടിയുണ്ട്, ഒരു ആംഗിളും കൂടിയുണ്ട്. അതാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ എന്താ പഠിച്ചത്? ഒരു വരയിൽ, ഒരു ലൈനിൽ എത്ര വരകൾ വന്ന് വീണ് കോണുകൾ ഉണ്ടായാലും അതിൻ്റെ സം എത്രയായിരിക്കും? 180 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 2 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. 50ഉം 25 കൂടെ നമുക്ക് കൂട്ടി നോക്കാം. 50ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 75 അല്ലേ. 75. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? 75നെ 180ൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 5 5 10, 8 0, 105. എത്രയാണ് ഇവിടെ വരുന്നത്? 105 ഡിഗ്രി.
സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ ബിലോ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്? ചിത്രത്തിലെ വരകൾക്കിടയിലുള്ള കോണിൻ്റെ അളവെന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരുന്നത്? ഇൻ ദ പിക്ചർ ബിലോ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്? ഈ ചിത്രത്തിൽ ഈ രണ്ട് ലൈനിനും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ചിത്രം ഇതല്ല, ഇതെന്തായിരുന്നു? ഇവിടെ ഞാനിങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ഇവിടെ സെറ്റ് സ്ക്വയറുകളായിരുന്നു അല്ലേ, നമ്മുടെ ജിയോമെട്രി ബോക്സിന് അകത്തിരിക്കുന്ന സെറ്റ് സ്ക്വയറുകളാണ് ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കോണാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ആംഗിളൊന്നും അറിയാവോ? ഇതിനകത്തുള്ള ആംഗിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സെറ്റ് സ്ക്വയർ കണ്ടോ? ഈ ഒരു സെറ്റ് സ്ക്വയറിൽ രണ്ട് ആംഗിൾ 45ഉം ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയുമാണ്. നമുക്കിപ്പോൾ ഒരു സൈഡിലത് മതി, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 45 ഡിഗ്രിയും ഇവിടെ 45 ഡിഗ്രി, അതുപോലെ ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. ഇനി ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുക. ഇവിടെ 45, 45, 90. ഇനി നീളം കൂടിയ ഒരു സെറ്റ് സ്ക്വയറില്ലേ? നീളം കൂടിയൊരു സെറ്റ് സ്ക്വയർ കണ്ടോ? ഇതിൽ ഒരെണ്ണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് 90 ആണ്, അല്ലാതെ ഇവിടെയാണ് 90 വരുന്നത്. ഇവിടെ 90 ഡിഗ്രി, ഈ ഭാഗത്ത് 60 ഡിഗ്രിയാണ് വരുന്നത്. ഇവിടെ എന്താണ്? 60 ഡിഗ്രി. ഈ ചെറുതായിട്ട് ഇവിടെ ഒരു ചെറിയ കോണുണ്ടല്ലോ, ഇവിടെ എത്രയാണ്? 30 ഡിഗ്രി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് സെറ്റ് സ്ക്വയറിലെയും അളവുകൾ വരുന്നത് കണ്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ അളവ് 45 ഡിഗ്രി, ഇവിടുത്തെ അളവ് 60 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിനിടയിലുള്ള ആംഗിളാണ് അല്ലേ. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു ലൈനിൽ എത്ര കോണുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? 3 ആംഗിൾ അല്ലേ. 3 ആംഗിളിൻ്റെ സം എത്ര ആയിരിക്കണം? 180 ആയിരിക്കണം. അപ്പോൾ 60ഉം 45ഉം കൂടി കൂട്ടി 6 4 10 എത്രയാണ്? 105. ഇനി ഈ 105നെ 180 നിന്ന് മൈനസ് ചെയ്യുക. 5 5 10 എത്രയാണ്? 75 അല്ലേ. ഇവിടെ എത്ര വരും? അപ്പോൾ 75 ഡിഗ്രി. മനസ്സിലായോ? തേർഡ് ക്വസ്റ്റ്യൻ, among the 3 angles marked in the picture below, the angles on the left and right are equal. How much is each? ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? എമംഗ് ദ 3 ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ, ദ ആംഗിൾസ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ ഈക്വൽ. ഹൗ മച്ച് ഈസ് ദിസ്? ഇതാ ഇവിടെ 3 കോണുകളുണ്ട്, 3 ആംഗിൾസ് ഉണ്ട്. ഈ 3 ആംഗിൾസിലും ഈ ലെഫ്റ്റിലുള്ള ആംഗിളും റൈറ്റിലുള്ള ആംഗിളും എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ. ഇടതുവശത്തെ കോണും വലതുവശത്തെ കോണും തുല്യമാണ് എങ്കിൽ ആ 2 കോണുകളും എത്രയാണ്? നമുക്കറിയാം, ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ്? തുല്യവുമാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ 180 നിന്ന് 30 മൈനസ് ചെയ്യാം. 180 നിന്ന് 30 മൈനസ് ചെയ്യുക. എത്രയാണ് കിട്ടുന്നത്? 150 അല്ലേ. അപ്പോൾ ഈ 2 കോണുകളും കൂട്ടുമ്പോൾ എത്ര ആയിരിക്കണം? 150 ആയിരിക്കണം, എന്നാലല്ലേ 180 വരത്തുള്ളൂ. അപ്പോൾ ഈ 150ൻ്റെ എന്തെടുക്കാം? പകുതി എടുക്കാം അല്ലേ. 150ൻ്റെ പകുതി എടുത്ത് നോക്കാം. 150 ഭാഗം 2 എത്രയാണ് വരുന്നത്? 5 2 10 എത്രയാണ്? 75 അല്ലേ. അപ്പോൾ ഇവിടെ 75, ഇവിടെ എന്താണ്? 75. അപ്പോൾ കൂട്ടി നോക്കൂ. 75 150 പ്ലസ് 30 180. 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടിയില്ലേ. ലെഫ്റ്റിലെയും റൈറ്റിലെയും ആംഗിൾസ് എന്തുമാണ്? ഈക്വലുമാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ്, one angle is double the other. What are the measures of the 2 angles? 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. കോണുകളുടെ അളവ് എന്താണ്? നാലാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫ് ദ 2 ആംഗിൾസ് വെൻ 2 ലൈൻസ് മീറ്റ്, 2 ലൈനുകൾ കൂട്ടിമുട്ടുമ്പോൾ എന്തുണ്ടാകുന്നു? ഒരു ലൈനിൽ വേറൊരു ലൈനും കൂടി വന്ന് മുട്ടുമ്പോൾ 2 ആംഗിൾ ഫോം ചെയ്യുന്നു. ഈ 2 ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആംഗിളിൻ്റെ ഡബിളാണ് അടുത്ത ആംഗിൾ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ ഇരട്ടിയാണ് അടുത്ത ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എന്തായിരിക്കും? ഇതാണ് നമുക്കുള്ള ക്ലൂ. വേറൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരേ ഒരു കാര്യമേ അറിയാവൂ. ഈ 2 കോണുകളും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇരട്ടിയും ആയിരിക്കണം, കൂട്ടുമ്പോൾ എന്തും കിട്ടണം? 180 കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് പറഞ്ഞ് എന്താ? അപ്പോൾ 60 ഡിഗ്രി, 60യുടെ ഇരട്ടിയല്ലേ, ഡബിൾ അല്ലേ 120. രണ്ടും കൂടെ കൂട്ടൂ. എത്രയാണ്? 180 കിട്ടിയില്ലേ. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രിയും ഒരു ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ പ്രത്യേകത 60ൻ്റെ ഡബിളാണ്, 60ൻ്റെ ഇരട്ടിയാണ്, 2 മടങ്ങാണ് 120. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തുമാണ്? 180 ആണ്.